ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഗ്രീൻ പീസും വാഴക്കയും കൊണ്ടൊരു കറിയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ 100 ഗ്രാം ഗ്രീൻ പീസ് കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് വേവിച്ച് മാറ്റി വയ്ക്കണം. സവാളയും തക്കാളി അരിഞ്ഞത് ഓരോന്ന് വീതം എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് കുറച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. വാഴക്കയുടെ പകുതിയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതൊരു 1.5 സ്പൂൺ ചിക്കൻ മസാലയാണ്. കുറച്ച് ഗരം മസാല പൊടി കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുതിരാൻ വെക്കണം. ഇനി നമുക്ക് എണ്ണ ഒഴിച്ച ശേഷം കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി ആദ്യം ഇട്ട് കൊടുക്കാം. ഇവയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴയ്ക്കയും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഗ്രീൻ പീസിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ വാഴയ്ക്കാണ് ചേർത്തിട്ടുള്ളത്. വാഴയ്ക്ക ചേർക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ കടലമാവാണ്. കറിയുടെ തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും കടലമാവ് നന്നായിട്ട് അതിൽ മിക്സ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കൊന്ന് മൂടി വേവിക്കാം. ഒരു 5 മിനിറ്റ് ശേഷം നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. കറിയൊക്കെ ഇപ്പോൾ തിളയ്ക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് മൂടി വേവിക്കണം. വീണ്ടും ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം. കറിയൊക്കെ ഇപ്പോൾ നല്ല തിളച്ച് വരുന്നുണ്ട്. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഒരു ചെറിയ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കട്ടി തേങ്ങാപ്പാൽ, ഒരു 1/2 ഗ്ലാസ് തേങ്ങാപ്പാലുണ്ട്, അതുകൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒന്ന് ഇളക്കി 2 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം 1-2 മിനിറ്റ് മൂടി വെച്ച ശേഷം നമുക്ക് കറി ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് വാഴയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.